ഏവർക്കും സ്നേഹവന്ദനം. ജനാധിപത്യം അതിൽ തന്നെ സമ്പൂർണ്ണമാകുന്നത് ജനപങ്കാളിത്തം വർദ്ധിക്കുമ്പോഴാണ്. നമ്മളെ ഭരണത്തിൻ്റെ ഭാഗമായി തീരുന്നത് നമുക്ക് വേണ്ടി നാം തിരഞ്ഞെടുക്കുന്ന ആളുകൾ കൃത്യതയോടുകൂടെ ഭരണശിരകളിൽ നിൽക്കുന്നു എന്ന് കാണുമ്പോഴാണ്. എന്തിനു വേണ്ടിയിട്ടാണോ നാം വോട്ട് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ നാം അവരെ തിരഞ്ഞെടുക്കുന്നത്, ആ തെരഞ്ഞെടുപ്പ് കൃത്യമായി അവർ പാലിക്കുകയും തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാവിധത്തിലുള്ള ആവശ്യകതയും നിറവേറ്റുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. നമ്മുടെ സംസ്ഥാനം മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാളൊക്കെ വിഭിന്നമായിരിക്കുന്നത് ജനപങ്കാളിത്തം കൊണ്ടും അതേപോലെ തന്നെ തെരഞ്ഞെടുക്കാനുള്ള ആളുകളുടെ പ്രത്യേകമായ കപ്പാസിറ്റി, ആ കഴിവുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ 9-ാം തീയതി നടക്കുന്നതായിട്ടുള്ള ഇലക്ഷനിൽ എല്ലാ മാന്യ പ്രേക്ഷകരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആരും ഉദാസീനരായി ഭവനങ്ങളിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സാരമില്ല ഞാൻ ഇപ്രാവശ്യം വോട്ട് ചെയ്യുന്നില്ല എന്നാരും വിചാരിക്കരുത്. നമ്മുടെ സമ്മതിദാനം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ നാടിനോട് കൂറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വോട്ട് ചെയ്യണം. ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് അത് നിങ്ങളുടെ പ്രത്യേകമായ തീരുമാന ശേഷിക്കനുസരിച്ചിരിക്കും. അത് നിങ്ങളുടെ വിവേചനാധികാരത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അതിനെ ആർക്കും ചോദ്യം ചെയ്യാനോ അതിനെ ആർക്ക് ഹേമിക്കാനോ കഴിയുകയില്ല. ആകയാൽ നമുക്ക് വോട്ട് ചെയ്ത് നാം തിരഞ്ഞെടുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അധികാരത്തിൽ വരട്ടെ. ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള അതാണല്ലോ ഭരണഘടന നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം. അത് നമുക്ക് ഉപയോഗിക്കാം. 2-3 കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം കേട്ടിട്ടുണ്ടായിരിക്കും, അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ വിസ്മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഈ അടുത്ത സമയത്ത് FCRA എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യയിലെ ഭരണഘടനയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ തക്കവണ്ണം നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ മുന്നിട്ട് വന്നു. അത് പ്രത്യേകമായ ഒരു സമയത്താണ് അവർ അത് കൊണ്ടുവന്നത്. ആ സമയത്ത് എല്ലാ MP-മാരും പ്രചരണ ചൂടിലേക്ക് പല സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് പ്രതിപക്ഷം യാതൊരു വിധത്തിലും ബഹളം ഉണ്ടാക്കുകയില്ല, ചോദ്യം ചെയ്യുകയില്ല എന്നുള്ള രീതിയിലായിരുന്നു അത് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇത് ബാധിക്കപ്പെടുന്നതായിട്ടുള്ള ആളുകൾ, അവർക്ക് കൃത്യമായി മനസ്സിലായി ഈ ആസൂത്രിതമായിട്ടുള്ള നീക്കം സമൂഹത്തിന് വിഘടനം ഉണ്ടാക്കാനും സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ മാത്രമല്ല സാമൂഹികമായിട്ടുള്ള അധപ്പതനത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മനസ്സിലാക്കിയതായിട്ടുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. നമുക്കറിയാം, കേരളത്തിൽ KCBC വളരെ ശക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. കേരള കാത്തലിക്സ് ബിഷപ്പ് കോൺഫറൻസിൽ ഉൾപ്പെട്ടിരുന്ന മെത്രാന്മാരെല്ലാവരും വളരെ ശക്തമായിട്ട് ഇതിനകത്ത് പറഞ്ഞു. മറ്റു ബിഷപ്പുമാരും വളരെ കൃത്യമായിട്ട് ഓർത്തഡോക്സിലെ കാതോലിക്ക ബാബയും മറ്റ് CSIയുടെയും അതേപോലെ മാർത്തോമ സഭയുടെ മെത്രാപ്പോലത്തെയൊക്കെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഈ FCRAയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ചില സംഭവങ്ങളുണ്ടായി. അത് KCBCയിലെ മെത്രാന്മാര്, മറ്റു മെത്രാന്മാരൊക്കെ ഈ കാര്യം, ഓർത്തഡോക്സിലെ മെത്രാന്മാരും ഒക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ പൂഞ്ഞാറിലുള്ള ആശാൻ PC ജോർജ് ആശാൻ അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ടായി. പിതാക്കന്മാര് ഊളത്തരം പറയുകയാണെന്നുള്ളത്. എനിക്ക് വളരെ ചിരി തോന്നി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അദ്ദേഹം പിതാക്കന്മാരെ കാണുമ്പോൾ പോയി കാല് നക്കുകയും ഇങ്ങോട്ട് മാറി എന്നിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ BJPയോട് കൂടെ നിൽക്കുന്ന സമയത്ത് താമരയുടെ പുറത്തിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം വിചാരിച്ചത് ഇതൊന്നും വലിയ ഗൗരവമായിട്ടുള്ള കാര്യമല്ല എന്ന്. പിതാക്കന്മാരെ ഊളന്മാരാണെന്നൊക്കെ പറയാൻ തക്കവണ്ണം അത്രമാത്രം അദ്ദേഹം ആ താമരപ്പുറത്ത് കയറിയപ്പോൾ അധപ്പതിച്ചു പോയി എന്നുള്ളത് മാത്രമേ ഇത്തരണത്തിൽ പറയുന്നുള്ളൂ. അത് മുഖാന്തരം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മകനും സംഭവിച്ച ക്ഷീണം അനൽപമാണ്. ഏതായാലും ഒരു കാര്യം നമുക്കറിയാം, ഈ FCRA എന്ന് പറയുന്ന ആ സംഭവം, അതിൻ്റെ മാറ്റങ്ങൾ, അതിനകത്ത് ചില ഭേദഗതികൾ കൊണ്ടുവരുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടി അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലുള്ള ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇത് കൊണ്ടുവന്ന ആളുകളും ആ നല്ല ഉദ്ദേശത്തോടെ അല്ല കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് ചില ദുരുദ്ദേശങ്ങളൊക്കെ അവർക്കുണ്ട്. എന്നാൽ ഇതിനോട് ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ സ്റ്റേറ്റ്സിൽ ചെന്ന സമയത്ത്, USA ചെന്ന സമയത്ത് എൻ്റെ സ്നേഹിതന്മാരായ ചില മലയാളികൾ പറയുകയുണ്ടായി, അവിടെ ഇന്ത്യയിൽ ഉള്ളായ ആളുകൾ, ഇൻഡോ അമേരിക്കൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, RSSന്റെ ഒരു സംഘടനയാണത്. അവർ ധാരാളമായി പണം പിരിക്കുന്നുണ്ട്. അവിടുന്ന് സായിപ്പുമാരുടെ നിന്നും മറ്റുമൊക്കെ ധാരാളം ഫണ്ട് പിരിക്കുന്നുണ്ട്. എന്തിനാ പിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളെ, ചർച്ചുകളെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്ത്യൻ സഭകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പേരിൽ തന്നെയാണ് അവിടുന്ന് അവരെ പൈസ കളക്ട് ചെയ്യുന്നത്. അവിടെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളും ഏഷ്യക്കാരായിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ അവരെ പൈസ കളക്ട് ചെയ്യുകയും ഇവിടെ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ പറയുകയുണ്ടായി. ഞാൻ അതിനെക്കുറിച്ച് അവരോട് കൃത്യത ചോദിച്ചിട്ടുണ്ട്, അവരോട് പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായ ഇൻഫർമേഷൻ തരണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തീയ സഭയെ ആരൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത് അങ്ങനെ
പെട്ടെന്ന് നശിക്കുകയല്ല. കാരണം കർത്താവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് സഭ. കെട്ടിടമൊന്നും അല്ലല്ലോ സഭ എന്ന് പറയുന്നത്. സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടമാണ്. എക്ലിസ്യ, എക് കലയെ, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അത് സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ഒക്കെ ഉള്ള ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രമാത്രം ഇതിനെയൊക്കെ നശിപ്പിക്കാമെന്ന് വിചാരിച്ചാലും ഇത് നാൾക്കുനാൾ ശക്തിയാകുകയുള്ളൂ, ശക്തിപ്പെടും എന്നതിന് യാതൊരു സംശയമില്ല. ഛത്തീസ്ഗഡും മണിപ്പൂരും അതേപോലെ തന്നെ മഹാരാഷ്ട്രയും ഒന്നും നമ്മൾ മറന്നു പോകരുത്. ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലും അതുപോലെ ഉത്തര ഇന്ത്യയിൽ UP-യിലും ഒക്കെ ഉള്ള ക്രിസ്തീയ വിശ്വാസികൾ ഇപ്പോഴും തടവറയിൽ കഴിയുന്നുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു വിധത്തിലും മതം എന്താണെന്ന് പോലും അറിയാത്ത പാവപ്പെട്ട ജനങ്ങൾ. ഈ അടുത്ത സമയത്ത് ഞാൻ ശ്രീലങ്കയിൽ ഒരു കോൺഫറൻസിന് ചെന്നപ്പോൾ UP-യിൽ നിന്ന് വന്ന ചില പ്രിയപ്പെട്ടവരെ കാണുവാനിടയായി. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, എന്തിനാണ് ഈ പാവങ്ങളെ ജയിലിൽ ഇട്ടിരിക്കുന്നതെന്ന് അവർക്ക് പറഞ്ഞുകൂടാ, ഇട്ടിരിക്കുന്ന പോലീസുകാർക്ക് പറഞ്ഞുകൂടാ. അവരോട് ആരോ പറഞ്ഞു ഇവര് മതപരിവർത്തനത്തിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ഇവര് ബൈബിൾ വായിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് എഫ്ഐആർ ഇടാൻ പറഞ്ഞു. എഫ്ഐആർ ഇട്ടു. അങ്ങനെ അതിനെതിരെ സംസാരിക്കാൻ ആ പാവപ്പെട്ട ആളുകൾക്ക് അറിയത്തുമില്ല. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്. അതൊക്കെ ആര് ഭരിക്കുന്ന നാട്ടിലാണെന്ന് ഓർത്തോണം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ കേരളത്തിലും എത്തിപ്പെടാനായിട്ട് ഒരുപാട് വ്യാമോഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശങ്കരനും തോമായും അതുപോലെ ബഷീറും പാത്തുമ്മത്താത്തയും കല്യാണിയമ്മയും മറിയാമ്മച്ചേടത്തിയും എല്ലാം ഒറ്റ കൈയാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും ഒരു കുടുംബാംഗങ്ങളെ പോലെ കഴിയുന്നവരാണ്. ഏത് പെരുന്നാളിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോകാതിരിക്കുന്നത്? ക്രിസ്മസിന് നമ്മുടെ വീടുകളിൽ നിന്ന് കേക്കുകൾ അയൽവക്കങ്ങളിലേക്ക് കൊടുക്കാറില്ലേ? അവിടെ ഏതെങ്കിലും ഈദുൽ ഫിത്രോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ കൊണ്ടുതരാറില്ലേ? ഓണത്തിന് നമ്മളെ അവിടെ ക്ഷണിക്കാറില്ലേ? അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഓണം ആഘോഷിക്കാറില്ലേ? എല്ലാം നമ്മൾ പൊതുവായിട്ട് ഒരു സ്നേഹത്തിന്റെ ആത്മാവിൽ പോകുമ്പോൾ അതിനെ വിഘാതം വരുത്തുവാൻ തക്കവണ്ണം, അതിനെ തച്ചുടയ്ക്കാൻ തക്കവണ്ണമുള്ള ഒരു സംസ്കാരവുമായിട്ടാണ് ചില ആളുകൾ വരുന്നത്. പാവം രാജീവ് ചന്ദ്രശേഖറിന് ഈ ബുദ്ധിമുട്ടുകളൊന്നും അറിയുന്നില്ല. കാരണം അദ്ദേഹം ഈ അടിത്തട്ടിൽ പ്രവർത്തിക്കാത്ത ഒരാളായതുകൊണ്ടും ഇവരുടെ അജണ്ട എന്താണെന്ന് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടും അദ്ദേഹം കേവലം ബിസിനസ്സിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും അദ്ദേഹത്തിന് ഒരു പക്ഷെങ്കിൽ ഈ കാര്യങ്ങൾ അറിയത്തില്ലായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്താണ് ഇവരുടെ ലക്ഷ്യമെന്നുള്ളത്. അത് മറക്കുകയല്ല, അത് മറക്കാനും പാടില്ല. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇടതും പലതും മാറി മാറി ഭരിക്കുന്നതുകൊണ്ട് ഭയങ്കര നഷ്ടമാണെന്നൊക്കെ പറയുന്ന ആളുകളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഇടതും പലതുമാണല്ലോ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട നാൾ മുതൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ദോഷമാണ് ഉണ്ടായിട്ടുള്ളത്? നമുക്ക് വിദ്യാഭ്യാസമില്ലേ? നമുക്ക് സംസ്കാരത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കും മറ്റും ജോലിക്ക് ആളുകൾ പോകാൻ തക്കവണ്ണം അത്ര കോമ്പിറ്റന്റ് ആയിട്ടില്ലേ? ആയിട്ടുണ്ട്. നമുക്ക് കിട്ടേണ്ടുന്നതായ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല എന്നുള്ള സത്യം തന്നെയാണ്. അതൊരു വാസ്തവമായിട്ടുള്ള കാര്യം. അപ്പൊ അതിനെ നമ്മൾ മാറി ചിന്തിക്കുകയും പുതിയ ഒരു രീതിയിലേക്ക് നമ്മൾ കാൽച്ചുവടുകൾ വെക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഈ ഇടതും പലതും മാറി ഭരിച്ചത് കൊണ്ട് കേരളത്തിന് എന്തോ വലിയ ദോഷം സംഭവിച്ചു എന്ന് പറയുന്ന ആളുകൾ ഓർത്തുകൊള്ളണം, ഇവിടുത്തെ പൈതൃകവും സംസ്കാരവും നിലനിൽക്കുന്നത് ഈ ഇടതും പലതും മാറി മാറി ഭരിക്കുന്നതുകൊണ്ടാണ്. അതിനെ തച്ചുടയ്ക്കാനായിട്ട് നിങ്ങൾ ഇവിടെ രംഗപ്രവേശനം ചെയ്തത് തെറ്റായി പോയെന്ന് മാത്രമേ നിങ്ങളോട് ഒറ്റ വാക്കിൽ പറയാനുള്ളൂ. കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. നിങ്ങൾ ശ്രമിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇതിനെയൊക്കെ ഒന്ന് നശിപ്പിച്ചിട്ട് UP പോലാക്കാനും ഛത്തീസ്ഗഡ് പോലാക്കാനും ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്ത് ധരിക്കണം, എന്ത് തിന്നണം, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ആരാധനകൾ, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ വിശ്വാസം എന്നൊക്കെ ഞങ്ങളുടെ മീതെ അടിച്ചേൽപ്പിക്കാനുള്ള നിബന്ധനകളുമായിട്ട് വരാൻ നിങ്ങൾ ഒരുപാട് പാടുപെടുന്നുണ്ട്. അതൊന്നും കേരളത്തിൽ നടക്കുകയില്ല. കേരളത്തിൽ ഇവിടുത്തെ പൈതൃകം ഇതൊരു നല്ല പൈതൃകമുള്ള സംസ്ഥാനമാണ്. ഈ പൈതൃകം തച്ചുടയ്ക്കാൻ ഇവിടുത്തെ മതേതര ചിന്ത ഉള്ള ബഷീറോ അല്ലെങ്കിൽ ഒരു നാരായണൻ ചേട്ടനോ അല്ലെങ്കിൽ ഒരു മത്തായി ചേട്ടനോ സമ്മതിക്കുകയില്ല. കാരണം ഇവിടെ ജാതിയും മതവും ഒക്കെ വ്യത്യസ്തമാണെങ്കിലും മനുഷ്യരെല്ലാവരും തുല്യരാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നമ്മുടെ സമ്മതിദാനം നൽകിക്കൊണ്ട് തീർച്ചപ്പെടുത്താം, നമ്മൾ ഭരിക്കും. നമുക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ ഇവിടെ ഭരിക്കും. ഇവിടെ ഭിന്നത ഉണ്ടാക്കാത്ത ആളുകൾ, ഐക്യത്തിൻ്റെ ആത്മാവും മനുഷ്യനെ
താഴ്ചയിൽ നിന്ന് കരം പിടിച്ചുയർത്താൻ കഴിയുന്ന കരങ്ങളും ഇവിടെ ഭരണം നടത്തും എന്ന വിശ്വാസത്തോടെ നമുക്ക് വോട്ടുകൾ ചെയ്യാം. ഇവിടെ ഭിന്നതയുണ്ടാക്കാനും വിഘടനവാദം ഉണ്ടാക്കാനായിട്ടും പല മതങ്ങളിൽ നിന്നുള്ള ചില മതഭക്തന്മാരായിട്ടുള്ള ആളുകൾ, നാമധാരികളൊക്കെ ശ്രമിക്കാറുണ്ട്. അത് ഇസ്ലാമിൽ നിന്നും ഹൈന്ദവ വിഭാഗത്തിൽ നിന്നും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളൊക്കെ അത്തരം പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ, കുൽസിത പ്രവർത്തനമായിട്ടൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഇവിടെ നമ്മുടെ ആ സ്നേഹവും കരുതലും ജനാധിപത്യ ബോധവും നമ്മൾ നിലനിർത്തും എന്നതിന് യാതൊരു സംശയമില്ല. അത് നിലനിർത്തിക്കൊണ്ട് നമുക്ക് വോട്ടുകൾ രേഖപ്പെടുത്താം. നമ്മൾ ജയിക്കും, നമ്മൾ ഭരിക്കും, നമ്മൾ മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോകാൻ തക്കവണ്ണം നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. നന്ദി, നമസ്കാരം.